മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ജിമ്മിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ 3 യുവാക്കളെ പോലീസ് പിടികൂടി. കോഴിക്കോട് പയ്യാനക്കൽ കപ്പക്കൽ റോഡിൽ പ്രവർത്തിക്കുന്ന ബാക്ക് ടു ഫിറ്റ് എന്ന ജിംനേഷ്യം കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. ബേപ്പൂർ സ്വദേശികളായ മൂന്നാർ വളപ്പിൽ ജംഷീർ, മതിലകത്ത് ഇജാസ്, അർഷാദ് എന്നിവരാണ് പിടിയിലായത്. ഇന്ന് രാവിലെ ഡാൻസ് ഓഫ് സംഘവും പന്ന്യങ്കര പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇവർ വലയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 250 ഗ്രാം MDMA-യും 40 ഗ്രാം കഞ്ചാവും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത് രാവിലെയാണ് പോലീസിന്റെ ഒരു പരിശോധന ഉണ്ടായത്. പോലീസിന്റെ പരിശോധനയിലാണ് ഈ ജിം കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നു എന്ന് മനസ്സിലായത്. എന്താണ് വിശദാംശങ്ങൾ? അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ ആരോഗ്യ സംരക്ഷണത്തിൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും അധികം ആളുകൾ ലഹരിയിൽ നിന്നൊക്കെ മോചനം എന്ന രീതിയിൽ തന്നെയാണ് ഈ വ്യായാമങ്ങളിലും ജിം പരിശീലനങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നത്. അത്തരം ഒരു വർക്കൗട്ട് നടക്കുന്ന ഇടത്ത് തന്നെ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 200-ലധികം ആളുകൾ ദിനം പ്രതി പോകുന്ന ഒരു ജിമ്മാണ്. അവിടെ സ്ത്രീകളടക്കമുള്ളവർ വർക്കൗട്ട് ചെയ്യാനായി എത്തുകയും ചെയ്യുന്ന ഒരിടമാണ്. പയ്യാനക്കൽ കപ്പക്കൽ റോഡിലുള്ള ബാക്ക് ടു ഫിറ്റ് എന്ന പേരിലാണ് ഈ ജിം അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവിടെ ഈ ലഹരി മരുന്ന് വെച്ചുകൊണ്ട് എന്ന ചില രഹസ്യ വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് ഡാൻസാഫും പോലീസും ചേർന്ന് ഇവിടെ പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയപ്പോൾ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് സംഘം ഇവരെ കീഴടക്കുന്ന സാഹചര്യമുണ്ടായത്. കോഴിക്കോട് ബേപ്പൂർ സ്വദേശികളായ ജംഷീർ, ഇജാസ്, അർഷാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരിൽ ഈ രഹസ്യ വിൽപ്പനയുടെ ഭാഗമായി ലഭിച്ച പണം ഈ സമയത്ത് വെള്ളത്തിൽ മുക്കി രക്ഷപ്പെടാനും പ്രതികൾ ശ്രമിക്കുകയുണ്ടായി. ഒപ്പം ഈ മാധ്യമപ്രവർത്തകരൊക്കെ ഈ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് നേരെ മർദ്ദിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നേരെ തൊഴിക്കാനൊക്കെ ഉള്ള നീക്കവും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഏറെ നാളുകളായി തന്നെ ഈ പ്രതികൾ പോലീസിന്റെ ഒരു നിരീക്ഷണത്തിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു അറസ്റ്റ് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നഗരത്തിലെ ഈ ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളിലും ഒക്കെ ഒരു നിരീക്ഷണം ശക്തമാക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂട്ടായ്മകളെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് വളരെ ഗൗരവത്തോടെ കാണുന്നു എന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും കൃത്യമായി തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു. അതെ, അനീഷ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ലഹരിയിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നൽകുന്ന ഉപദേശം ഈ കായിക ക്ഷമത വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജിമ്മിനെ ആശ്രയിക്കുക, സൂംബ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ആ കേന്ദ്രങ്ങളിൽ തന്നെ ഇത്രയും വലിയ ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്നു എന്ന് പറയുന്നത് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആർക്കാണ് ഇവർ ഈ ലഹരികൾ സപ്ലൈ ചെയ്യുന്നത്? ഈ ജിമ്മിൽ വരുന്നവർക്ക് തന്നെയാണോ വിൽപ്പന നടത്തുന്നത്, അതോ ഇവർ പുറത്താണോ ഇതിന്റെ ഏജന്റുകളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ എന്താണ്? നോമി സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാന ഒരു ജീവിത ശൈലിയായി തന്നെ പലപ്പോഴും ഇത്തരത്തിലെ ജിമ്മുകളിലെ പോക്കും ഈ വർക്കൗട്ടുകളിലും ഒക്കെ മാറുന്ന ഒരു സാഹചര്യം. ഒപ്പം ഈ ലഹരിയിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുന്നതിനായി പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നതും ഈ കായികപരമായ വിനോദങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഇത്തരം ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുക എന്നതാണ്. അത്തരം ഇടത്ത് തന്നെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. 200-ലധികം ആളുകൾ പതിവായി വന്നു പോകുന്ന ഒരു ജിമ്മാണ്, അല്ലെങ്കിൽ അവരുടെ വർക്കൗട്ടിനും മറ്റുമായി വന്നു പോകുന്ന ജിമ്മാണ്. സ്ത്രീകളടക്കം ആ ജിമ്മിൽ വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടപാടുകാർ കൂടുതലും ഈ ജിമ്മിൽ എത്തുന്നവരാണോ എന്ന ഒരു സംശയമുണ്ട് പോലീസിന്. അതിനെക്കുറിച്ച് വളരെ വിശദമായി പരിശോധിച്ച് വരികയാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾ പലപ്പോഴും ഈ വരുന്ന ആളുകളിൽ പലരെയും പല രീതിയിലും ആദ്യം ചെറുതായൊക്കെ നൽകുന്നു, പിന്നീട് സ്ഥിരമായി ഇതിന്റെ ഒരു അടിമകളാക്കി മാറ്റുന്ന രീതിയിലൊക്കെ ആണ് ഇവരുടെ പ്രവർത്തനം എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ജിമ്മിൽ മാത്രമല്ല പുറത്തും ഇതിന്റെ ഒരു വിതരണം ശൃംഖല തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രധാനമായും ബംഗളൂരുവിൽ നിന്നും അധിക ദൂരമില്ല കോഴിക്കോട്ടേക്ക്. ഈ ബംഗളൂരുവിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് പലപ്പോഴും കേരളത്തിലേക്ക്, പ്രത്യേകിച്ചും കോഴിക്കോട് പോലുള്ള വടക്കൻ മേഖലകളിലേക്ക് എത്തുക. ഈ താമരശ്ശേരി ഭാഗത്ത് വെച്ചും അടിവാരത്ത് വെച്ചും കൊടുവള്ളിയിലൊക്കെ വെച്ചും ഒരുപാട് തവണ
തവണ ഈ വാഹനങ്ങളിലും മറ്റും കടത്തുന്ന മയക്കുമരുന്ന് പിടികൂടുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 2 മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 1 മാസത്തിലൊക്കെ കണക്കെടുത്താൽ പോലും ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഈ മയക്കുമരുന്നുമായി പിടികൂടുന്ന ആളുകളുടെ എണ്ണത്തിൽ. പ്രത്യേകിച്ചും രാസലഹരി പദാർത്ഥങ്ങൾ MDMA പോലുള്ള മാരകമായ വസ്തുക്കൾ, കൊക്കൈനും മറ്റുമൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട്. നിരവധി പേർക്കെതിരെയാണ് കേസെടുക്കുന്നത്. പുതിയ ഈ ഓപ്പറേഷൻ തൂഫാനും മറ്റുമൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ വളരെ അളവ് കുറഞ്ഞത് കൈവശം വെക്കുക, അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു പരിമിതി മുതലെടുത്ത് മുന്നോട്ട് പോവുക എന്നിങ്ങനെയൊക്കെയുള്ള ഒരു നീക്കമാണ് പലപ്പോഴും ഇത്തരം ഈ മയക്കുമരുന്ന് കടത്തുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഈ കാരിയർമാർ, അതായത് ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് എത്തിക്കുന്നവർ മാത്രമാണ് ഇതിൽ പിടികൂടാൻ പോലീസിന് കഴിയാറുള്ളത്. കണ്ണുകളിലേക്ക് അല്ലെങ്കിൽ ആരാണ് ഇത് എത്തിച്ചു നൽകുന്നത്, പിന്നീട് ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്നതിലേക്കൊക്കെ പോകാൻ പലപ്പോഴും കഴിയാറായില്ല. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അത്തരം ഉറവിടങ്ങളിലേക്ക് കൂടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട്. അത്തരം ഉറവിടങ്ങളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പരസ്പര ബന്ധിതമല്ലാത്ത രീതിയിലാണ് ചില സമയങ്ങളിലൊക്കെ ഈ ഇടപാടുകൾ നടക്കുക. അതുകൊണ്ട് ആരാണ് ഇത് എത്തിച്ചു നൽകുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം. എന്തായാലും ഈ ജിമ്മിലെ ആളുകൾക്ക് എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്ന് സംബന്ധിച്ച വിശദമായ പരിശോധന പോലീസ് നടത്തുകയാണ്. ഒപ്പം ആർക്കൊക്കെയാണ് ഈ ജിമ്മിലെ പരിശീലകർ ഈ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള പരിശോധന നടക്കുന്നു. ജിമ്മിൽ എത്തിയിരുന്ന ഈ വർക്കൗട്ടിനായി എത്തിയിരുന്ന ആളുകൾ, സ്ത്രീകളടക്കമുള്ളവർ ഒരുപക്ഷെ ഇവരുടെ ഇരകളായി മാറിയോ എന്നടക്കമുള്ള പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നഗരത്തിലെ വിവിധ ഇടങ്ങളിലെ ഇത്തരം ദുരൂഹ സാഹചര്യങ്ങളിലുള്ള ജിമ്മുകളിലും മറ്റുമൊക്കെ പരിശോധന സമയബന്ധിതമായി അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നടത്തും എന്ന് തന്നെയാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. ശരി അനീഷ്, കോഴിക്കോടാണ് ജിമ്മിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയത്. 3 യുവാക്കളെയാണ് പോലീസ് പിടികൂടിയത്. എന്തായാലും ഇവർ ആർക്കൊക്കെയാണ് ഈ ലഹരി നൽകിയത്, ഇവരുടെ കയ്യിൽ നിന്നും ലഹരി വാങ്ങിച്ച് ഉപയോഗിച്ചവർക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണമൊക്കെ പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.